ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് റംലാൻ ഇഫ്താർ വ്ളോഗ് 20 ആണ്. അപ്പോൾ 20ാമത്തെ എൻ്റെ റംലാൻ്റെ ഇഫ്താർ വിശേഷങ്ങളടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ ചെയ്യുന്നത്. ഇത് എന്നത്തെയും പോലെ ഒരു കുക്കിംഗ് വീഡിയോയോ അങ്ങനെ ഒന്നുമല്ല. ഇതെന്ന് പറയുന്നത് ഒരുപാട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും അതുപോലെ തന്നെ കസിൻസും എൻ്റെ ഫാമിലിയും നമ്മളെല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ദുബായിൽ ഖുറാനിക് പാർക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ ഫാമിലീസായിട്ട് പതിയെ ഖുറാനിക് പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൈം എന്ന് പറയുന്നത് ഒരു 5 മണി, ഒരു 5:15 ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പാർക്കിൽ നോമ്പ് തുറക്കാൻ വന്നതാണ്. കുറച്ച് കൂടുതൽ പേരുണ്ട്, എല്ലാവരുമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാൻ വന്നതാണ്. അപ്പം നോമ്പ് തുറയുടെ തൊട്ട് മുന്നേ നമ്മൾ ജസ്റ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീട്ടിലെ നോമ്പ് തുറ, അതുപോലെ തന്നെ പാർക്കിലെ നോമ്പ് തുറ, ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ കൊടുത്തു. അപ്പോൾ കുറച്ചൊക്കെ സക്സസ് ആയി, ഓക്കെ ആയി എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഫ്രൂട്ട്സും സ്നാക്സും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഡിഷസും കാര്യങ്ങളും എല്ലാം നമ്മളിതാ നിരത്തി വെച്ചിട്ട് ഓരോ പ്ലേറ്റിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള പ്ലേറ്റിങ് ചെയ്യാണ്. അങ്ങനെ വളരെ രസകരമായിട്ട് വളരെ എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ നോർമലി ഒരു കണ്ടെയ്നറിൽ എല്ലാ സ്നാക്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം കണ്ടെയ്നറിൽ അടച്ചു കൊണ്ടുവന്നു. അതിനുശേഷം പാർക്കിലെത്തിയതിന് ശേഷം നമ്മൾ ഓരോന്ന് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ പാർക്കായതുകൊണ്ട് തന്നെ മക്കളൊക്കെ പാർക്കിൽ കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഐറ്റംസ് ജസ്റ്റ് നമുക്ക് ക്യൂട്ടായിട്ട് തോന്നുന്ന രീതിയിൽ, നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ ഓരോ ഐറ്റംസും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ ഡേ ടൈമാണ്. ഒന്ന് ഇരുട്ടാവുമ്പോഴത്തേനും നമ്മൾ ഒരു കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഒരു ഷീറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടാവുമ്പോഴത്തേനാണ് കുറച്ചും കൂടെ അതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്നാക്സായിട്ടും ഒരുപാട് ഐറ്റംസ്, സ്നാക്സായിട്ട് പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്ന എൻ്റെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഏത്തപ്പഴം വെച്ചിട്ടുള്ള 1-2 ഐറ്റംസ്. ഒന്ന് ഞാൻ കൊണ്ടുവന്ന ഒരു പഴം ഞുറുക്ക്, പിന്നെ നമ്മുടെ കായ്പോള, പിന്നെ സമൂസ ഉണ്ടായിരുന്നു, പിന്നെ വട്ടയപ്പം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചട്ടിപ്പത്തിരി, പിന്നെ നമ്മുടെ ബ്രെഡ് ഷവർമ, അങ്ങനെ പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജ്യൂസ്, പിന്നെ ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം സെറ്റൊക്കെ ചെയ്ത് വെച്ചപ്പോഴത്തേനും ഇവർ ആണുങ്ങളെല്ലാവരും വന്നിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തതൊക്കെ നോക്കി ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓരോ കമൻസും ഒക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവർ വരുന്നതിന് മുന്നേ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു നൈറ്റ് ഒരു വൈബിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലൈറ്റ്സും അതുപോലെ തന്നെ ക്യാൻഡിൽസും ഒക്കെ ഒരു ഫോട്ടോ, ഒരു വീഡിയോ കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചതാണ്. അപ്പോൾ എല്ലാം ഒരു മൊത്തത്തിലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൊടുത്തതിൻ്റെ ഒരു ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു. അപ്പം ഇത്രയൊക്കെ നമ്മൾ ഉദ്ദേശിച്ചുള്ളായിരുന്നു. അപ്പോൾ അതേതായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പം പാർക്കിലെ നോമ്പ് തുറ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു വീഡിയോയും ഒരു സോങ്ങൊക്കെ വെച്ചിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തു. അങ്ങനെ ഇത് വളരെ ടൈം ഒന്ന് ഇരുട്ടായപ്പോൾ ആ ലൈറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ആ ക്യാൻഡിലിൻ്റെയും ഒക്കെ ഭംഗി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അറിഞ്ഞു. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നായിരുന്നു കേട്ടോ. നമ്മൾ ഡേറ്റ്സും അതുപോലെ തന്നെ മിനറൽ വെള്ളമൊക്കെ വെച്ചിട്ട് നോമ്പ് തുറന്നു, സ്നാക്സ് കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു. പ്രയറൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഫ്രണ്ട്സും കസിൻസും എല്ലാമായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ പുഡിംഗ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി
അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി പുഡിംഗ് ആയിരുന്നു. നട്ട്സും അതുപോലെ തന്നെ പല പല ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു പുഡിംഗ് ആയിരുന്നു. പിന്നെ ഇതാ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയിരിക്കുന്ന സ്നാക്സാണ്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ സ്നാക്സും അതുപോലെ തന്നെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് വീണ്ടും ഇരുന്നു. കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് ലേറ്റായി, ഒരു 9:30 10 ആകുമ്പോഴത്തേനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഫുഡ് കഴിക്കുന്നുള്ളൂ. അതായത് ഇഫ്താറിൻ്റെ മെയിൻ ഫുഡ് നമ്മൾ കഴിക്കുന്നുള്ളൂ. അതും ഒരുപാട് ഐറ്റംസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ 5-6 വീടുകളിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതാ ആ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് ഇരിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ നമ്മുടെ കൂടെ ഒരു ഹക്കീം എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ടുണ്ട്. അപ്പോൾ ഹക്കീമിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ ഡോക്ടർ ലക്ഷ്മി നായരുടെ മോനുണ്ടല്ലോ, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. മാമിൻ്റെ വീഡിയോസിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരാളാണ് വിഷ്ണു. അപ്പം വിഷ്ണുവും നമ്മുടെ കൂടെ നോമ്പ് തുറക്കാനായിട്ട് ജോയിൻ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിഷസൊക്കെ ചേർത്ത് നോമ്പ് തുറന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.